ഹായ് ഹലോ. അപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു BAMS ഓപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനും നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. BAMS എടുക്കണോ, BAMSൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, BAMS കോഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ പഠിക്കുന്ന സിലബസ് എങ്ങനെയാണ്, അങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിൽ ആകെ 3 ഗവൺമെൻറ് ആയുർവേദ കോളേജും 2 എയ്ഡഡ് ആയുർവേദ കോളേജുമാണ് ഉള്ളത്. ഇനി അവിടുത്തെ ഫീസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ 2017 ബാച്ച് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വന്ന ആനുവൽ ഫീസ് എന്ന് പറയുന്നത് 14,000 രൂപയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷം 14,000 രൂപ. ഇനി ഗവൺമെൻറ് ഹോസ്റ്റലിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരുന്നത് ഏകദേശം 250 രൂപയാണ് അവിടുത്തെ റെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് ഒരു 2,000-3,000 റേഞ്ചിലാണ് ഒരു മാസത്തെ ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അവിടുത്തെ സ്കോളർഷിപ്പ്, ഇപ്പോൾ ഈ ഗ്രാൻഡ്സ് MCM പോലുള്ള സ്കോളർഷിപ്പ് ഈവൻ 25,000 വരെ നമുക്ക് ഒരു വർഷം ഇങ്ങോട്ട് കിട്ടും. അതായത് 14,000 രൂപയാണ് നമുക്ക് ആനുവൽ ഫീസ് വരുന്നുള്ളൂ, പക്ഷേ 27,000 രൂപയുടെ അടുത്ത് നമുക്ക് സ്കോളർഷിപ്പായിട്ട് ഒരു വർഷം ഇങ്ങോട്ട് കിട്ടും. ഇനി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നതിന് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 4.5 years ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. നമ്മൾ ഫൈനൽ ഇയർ വരെ പഠിച്ച് ഇറങ്ങാൻ വേണ്ട ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4.5 years ആണ്. അത് കഴിഞ്ഞ് ഒരു വർഷം അവിടെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അതായത് ഹൗസ് സർജൻസി നമ്മൾ ആ കോളേജിൽ ചെയ്യണം. ആ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചിൻ്റെ സമയത്ത് കിട്ടിയിരുന്നത് ഏകദേശം 23,000 റുപ്പീസ് ആയിരുന്നു. ആ ഒരു വർഷം നമുക്ക് മന്ത്ലി 23,000 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും. സോ ഇത്ര നേരം ഞാൻ സംസാരിച്ചത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെ ഫീസും സ്റ്റൈപ്പൻഡിനും കാര്യങ്ങളാണ്. ഇനി പ്രൈവറ്റ് കോളേജുകളിലേക്ക് വരുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയാണ് ഒരു വർഷം അവിടുത്തെ ഫീസ് വരുന്നത്. മാത്രമല്ല അവിടെ ഇപ്പം നിലവിൽ നമ്മൾ ഈ 4.5 വർഷം കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ സ്റ്റൈപ്പൻഡ് അനുവദിച്ച് തരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ച് നോക്കാം. പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഉടനെ ഒരു ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ, പക്ഷേ എനിക്ക് ഉടനെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ HS കഴിഞ്ഞ് ഏകദേശം 1 month കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല സാലറിയോടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും ഒരു 10,000-15,000 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്ന പല ഡോക്ടേഴ്സും ആയുർവേദത്തിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് സംതിങ് ന്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഫോറിനേഴ്സ് അട്രാക്ട് ചെയ്ത് വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ കേരള. അതുപോലെ ആയുർവേദത്തിന് വേണ്ടിയിട്ട് ഈവൻ ആയുർ വിസ നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട് ഫോറിനേഴ്സ് നമ്മൾക്കിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നതിന് വേണ്ടിയിട്ട്. ഇതിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലണം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഒരു കൺവെൻഷണൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ BAMSന് സ്കോപ്പ് കുറവായിരിക്കും ഇന്നത്തെ കാലത്ത്. ബിക്കോസ് ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 15,000-20,000 രൂപ തന്നെ കിട്ടത്തുള്ളൂ. ആയുർവേദത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ പുതിയ പ്രൊജക്ട്സ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഈവൻ BAMSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. നമ്മൾ പെട്ടെന്ന് BAMS ആണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ BAMS അതെന്താ സംഭവം, അപ്പോൾ ആയുർവേദം അതാണ്. ഇപ്പോൾ എൻജിനീയേഴ്സ് അവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് സ്ട്രഗിൾ ഇല്ലേ ജോബിന് വേണ്ടിയിട്ട്. സോ ആ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡോക്ടറായെന്ന് കരുതി അത് ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ ഒതുങ്ങി കൂടണം എന്നില്ല. യു ക്യാൻ ഗോ ഫോർ യുവർ ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ക്ലിനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഈവൻ ആയുർവേദത്തിന് ഒരു വിശാലമായിട്ടുള്ളൊരു സാധ്യതയാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ഈവൻ നമുക്ക് പഞ്ചകർമ്മ ചെയ്യാം, കോസ്മെറ്റോളജി ചെയ്യാം, ഡയറ്റ്സ് ആൻഡ് ന്യൂട്രീഷൻ, യോഗ, അങ്ങനെ നിരവധി സ്കോപ്പുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വെൽനസ്, ടൂറിസം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ BAMSന് സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ BAMS കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കാര്യം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചധികം ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക. അവർക്ക് ഇപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അത് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരു കോഴ്സ് മാത്രം ഓപ്റ്റ് ചെയ്യുക. സോ BAMS റിഗാർഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് BAMS കമ്പൽസറി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ എടുക്കണം എന്നുള്ളതൊന്നുമല്ല. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് കോളേജിലാണ്. ആ കോളേജിൽ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.